ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിപ്പൊടി ചേർക്കാതെ, മസാല വറുക്കാതെ നമുക്ക് നല്ല സ്പൈസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ? അതറിയാൻ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പം നമുക്ക് നല്ല സ്പൈസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 4 പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നാടൻ പച്ചമുളകാണ്, ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് എടുക്കുക. ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ചതച്ചെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിരുമ്മി വയ്ക്കണം. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. ഇതിനു വേണ്ടി ചിക്കൻ കഷ്ണങ്ങൾ തയ്യാറാക്കുമ്പോൾ ചെറുതായി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കറി കട്ടായിട്ട് എടുക്കണം. ചിക്കൻ കഷ്ണങ്ങൾ വലുതായിട്ട് കട്ട് ചെയ്യരുത്. കാരണം മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിത് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കട്ടെ. ചിക്കൻ കഷ്ണങ്ങളിൽ മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി വെച്ചു. ഇത് അരമണിക്കൂറെങ്കിലും മിനിമം നമ്മളിങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ചിക്കൻ ഇങ്ങനെ മാറ്റി വയ്ക്കണം. കൂടുതൽ സമയം വയ്ക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ 4 സവാളയാണ് നന്നാക്കി എടുത്തിട്ടുള്ളത്. മീഡിയം സവാളയാണ് കേട്ടോ. ഇനി ഇത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കും. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് സവാള ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് മാറി. ഇത്രയായാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5-6 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. കുറേശ്ശെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാൻ. ഇതൊന്നും കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റായി നമ്മൾ ചിക്കൻ വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചിക്കനിൽ നിന്ന് മുഴുവൻ വെള്ളവും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് ചിക്കനിലത്തെ വെള്ളം മുഴുവനും ഇറങ്ങി വരും കേട്ടോ. ഇനി ഈ വെള്ളം മുഴുവനും വറ്റുന്നത് വരെ നമുക്കിത് വീണ്ടും വേവിച്ചെടുക്കണം. ഇതേപോലെ തന്നെ സ്റ്റൗ സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് സ്റ്റൗ ഫുള്ളിലിട്ടിട്ട് വേവിക്കരുത്, തുറന്ന് വെച്ചിട്ടും വേവിക്കരുത്. അതുപോലെ കുക്കറിലൊന്നും വേവിക്കരുത് കേട്ടോ. ഇത് ചീഞ്ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഇതുപോലെ സ്റ്റൗ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച്
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം. ഏകദേശം 40 മിനിറ്റ് ഇത് വേവിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. വെള്ളമൊക്കെ വറ്റി ചെറു തീയിലിട്ടിട്ട് 40 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുത്തു. ആദ്യം ഒരു 15 മിനിറ്റ് വെള്ളം ഇറങ്ങാൻ വേണ്ടി വേവിച്ചു. അത് കഴിഞ്ഞിട്ട് 25 മിനിറ്റ് വേവിച്ചു. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കാത്ത, മസാലയൊന്നും വറുക്കാത്ത സൂപ്പർ ചിക്കൻ ഇവിടെ റെഡിയായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഇത് 10 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ അളവിൽ കൃത്യമായിട്ട് ഇത് തയ്യാറാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, 100% ഉറപ്പ്. നല്ല സ്പൈസി ആയ നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.